ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത സംഭവത്തിൽ യുവതിക്കും ആൺ സുഹൃത്തിനുമെതിരെ കേസെടുത്ത് പോലീസ്. യുവതി പ്രസവത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് പ്രസവ വിവരം പുറത്തുവന്നത്. ആൺ സുഹൃത്തുമായി നടത്തിയ തെരച്ചിലിൽ തകഴി കൊല്ലനോടി പാടശേഖരത്ത് നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. കൊലപാതകമാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ പറയാനാകൂ എന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, നാടിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഇന്ന് കഴിഞ്ഞ 7-ന് പുലർച്ചെ 1:30-യോടെയാണ് പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. തുടർന്ന് ഈ യുവതി പിറ്റേ ദിവസം 8-ാം തീയതി രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. അവിടെ ആശുപത്രി ചികിത്സയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ യുവതി പ്രസവിച്ചു എന്നുള്ള കാര്യം അവിടെയുള്ള ജീവനക്കാർക്ക് മനസ്സിലാവുകയും അവർ കുട്ടി എവിടെ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ കുട്ടിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നൽകാനായി ഈ യുവതിക്ക് കഴിഞ്ഞില്ല. ആദ്യം അമ്മത്തൊട്ടിൽ കുട്ടിയെ ഉപേക്ഷിച്ചു എന്നുള്ള വിവരമാണ് നൽകുന്നത്. പിന്നീടാണ് കുട്ടി മരിച്ചു എന്നുള്ള വിവരം ഇവർ ജീവനക്കാരെ അറിയിക്കുന്നത്. തുടർന്ന് പൂച്ചാക്കൽ പോലീസിനെ ആശുപത്രി ജീവനക്കാർ വിവരം കൈമാറി. ചോദ്യം ചെയ്യലിലാണ് തകഴിയിലുള്ള ആൺ സുഹൃത്തിന്റെ കൈവശം ഈ കുട്ടിയുടെ മൃതദേഹം കൊടുത്തുവിട്ടു എന്നുള്ള വിവരം ഇവർ അറിയിക്കുന്നത്. തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ തകഴിയിലെ ആൺ സുഹൃത്തിനെയും ഒപ്പം തന്നെ അയാളുടെ ഒരു കൂട്ടുകാരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇവർ തകഴിയിലെ പാടശേഖരത്തിൽ കൊല്ലോടി പാടശേഖരത്തിൽ ഈ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തു എന്നുള്ള വിവരം നൽകുന്നു. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നേതൃത്വത്തിലുള്ള സംഘം ഈ പാടശേഖരത്തേക്ക് എത്തുകയും ഈ ആൺ സുഹൃത്തിനെ പോലീസ് കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് ഇയാൾ കാണിച്ച സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോൾ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി പ്രസവത്തോടെ മരിച്ചു എന്നുള്ള വിവരമാണ് ഇവർ കൈമാറിയിട്ടുള്ളത്. അതായത് ഈ ആൺ സുഹൃത്ത് ഇപ്പോഴും ആ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അത്തരത്തിൽ ഇനി കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ പോലീസിന്റെ സ്ഥിരീകരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മാറ്റിയിട്ടുണ്ട്. നാളെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൊലപാതകമാണോ എന്നതിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയൂ. ഈ രക്തസ്രാവത്തെ തുടർന്നും അണുബാധയെ തുടർന്നും ഈ യുവതി ഇപ്പോൾ എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. ശരി.